ദേവു ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിച്ച കാശ് വരെ അവൾ എനിക്ക് തന്നു. എല്ലാം ഞാൻ ഒറ്റ കൊണ്ട് തോലച്ചു. ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. എല്ലാം എന്നെ തെറ്റാ. ഈ കരുതിക്കുട്ടി തൊലച്ചൊന്നും അല്ലല്ലോ. എല്ലാവരുടെയും കാശ് നമുക്ക് കൊടുക്കാം. കുറച്ച് സാവകാശം വേണമെന്നേ ഉള്ളൂ. നീ കരയാതെ. എന്നെ വിശ്വസിച്ചാ ദേവു അവളുടെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചു തന്നത്. ഇനി പറഞ്ഞ സമയത്ത് എനിക്ക് കാശ് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്ത് പറയും ഞാൻ അവരോടൊക്കെ? എനിക്ക് വേണ്ടി പാവം എന്റെ അനിയത്തി കള്ളിയായി. ഈശ്വര, എല്ലാത്തിനും കാരണം ഞാനാ. നീ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തല്ലേ. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനിയിപ്പോ വേണ്ടത് ചെയ്യാം, അത്രേ ഉള്ളൂ. നഷ്ടമായത് പണമാ. അത് നമുക്ക് ഇനിയും ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? നിനക്ക് പകരമായിട്ട് ഈ ലോകത്ത് എനിക്ക് വേറെ എന്തുണ്ട് രേവതി? പോയത് പോട്ടെ. നിനക്കൊന്നും പറ്റിയില്ലല്ലോ. എനിക്കത് മതി. നീ വിഷമിക്കല്ലേ. ഏയ് രേവതി, കരയല്ലേ. സച്ചി, ഞങ്ങളെന്നാ പോട്ടെ. രണ്ടുപേരോടും എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ കുട്ടിയല്ലേ രേവതി, അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റുമോ ഞങ്ങൾക്ക്? അവിടുത്തെ പൂക്കടയിലെ ചേട്ടൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുന്നു. അവരന്വേഷിക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. ഏതായാലും നിങ്ങളൊരു പരാതി കൊടുക്കണം. കയ്യിലുള്ള മുറിവേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. വരുമ്പോ ചെറിയ തലകറക്കം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ നിർത്തിയത്. 2-3 മണിക്കൂർ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ പോവാന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് ഫുഡ് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരണോ? വേണ്ട ചേച്ചി, നിങ്ങൾ പോയിക്കോ. എന്നാ പോട്ടെ. നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട സച്ചേട്ടാ, എനിക്കൊന്നും ഇറങ്ങില്ല. വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടതാ, എല്ലാം പോയി. കരയല്ലേ രേവതി. എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. 5 ലക്ഷം രൂപയാ നഷ്ടപ്പെട്ടത്. അതിൽ നമ്മുടെ കടം വാങ്ങിയ കാശ് കൂടിയില്ലേ. അതൊക്കെ എങ്ങനെ തിരിച്ചു കൊടുക്കാനാ? അതൊന്നും നീ ഇപ്പൊ ഓർക്കണ്ട, നമുക്ക് വഴിയുണ്ടാക്കാം. എന്തു പറ്റി മോളെ? അമ്മ, ഞങ്ങൾ സ്വരുക്കൂട്ടി വെച്ചു കടം വാങ്ങിയൊക്കെ ചേർത്താ 5 ലക്ഷം രൂപ തികച്ചത്. അതൊക്കെ പോയി അമ്മ. ഞാൻ കാരണം ഇതൊക്കെ സംഭവിച്ച എന്റെ തെറ്റാ. ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. ആരുടെ ശാപമാണ് എന്തോ. ചേച്ചി, കള്ളന്മാര് വന്ന് കാശ് തട്ടിയെടുത്തോണ്ട് പോയതിന് ചേച്ചി എന്ത് പഠിച്ചു? എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ഒരേ കരച്ചില്ല. പലരും ആഗ്രഹിച്ചതാ, പറഞ്ഞതാ എന്നെ കൊണ്ടിത് ചെയ്യാൻ കഴിയില്ലെന്ന്. അവസാനം അതുപോലെ തന്നെ സംഭവിച്ചു. അവരൊക്കെ ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടാവും. അത് വിടിയേച്ചി. ഡോക്ടർ എന്ത് പറഞ്ഞു സച്ചേട്ടാ? കുഴപ്പമൊന്നുമില്ല, കയ്യില് ചെറിയൊരു മുറിവുണ്ട്. അത് അവർ തള്ളിയെടുപ്പാ പറ്റിയതാ, വേറെ പ്രശ്നമൊന്നുമില്ല. ചേച്ചി, കാശ് പോയാൽ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? കൂടുതലൊന്നും പറ്റാത്തത് തന്നെ ഭാഗ്യം. പോലീസില് പരാതി കൊടുത്തിരുന്നോ? സംഭവം നടന്നപ്പോ ഒരാൾ പോലീസിൽ വിളിച്ച് പറഞ്ഞത്രേ. അവരന്വേഷിക്കാന്നാ പറഞ്ഞേ. വേണമെങ്കിൽ നേരിട്ട് ഒന്നൊരു പരാതി കൊടുക്കാം. ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. വലിയൊരു ഓർഡർ ആയിരുന്നു. മോശമില്ലാത്തൊരു തുക കയ്യിൽ വന്നേനെ. ആ ഡെക്കറേഷൻ വർക്ക് എനിക്കിനി എടുക്കാൻ കഴിയില്ല. ആ ഓർഡർ ക്യാൻസൽ ചെയ്യും.
ഒന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല, കയ്യിലുള്ളത് മുഴുവൻ പോവുകയും ചെയ്തു. സ്വന്തം അനിയത്തിക്ക് പോലും ഞാൻ ഇപ്പൊ കടക്കാരിയായി. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? എന്നെ ഒരു അന്യായിട്ടാണോ കാണുന്നേ? നീ ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിച്ച കാശല്ലേ അത്? ഞാനല്ലേ അത് കൊണ്ട് തൊലച്ചത്? ദേവു, നിന്റെ കാശ് ഞാൻ തിരിച്ചു തരൂട്ടോ. ദേ ചേച്ചി, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ പോവട്ടോ. പിന്നെ നിന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്തുനിന്ന് 1 ലക്ഷം രൂപ കടം വാങ്ങിച്ച് തന്നിരുന്നില്ലേ? ഫംഗ്ഷൻ കഴിയുന്നതിന്റെ പിറ്റേ ദിവസം കൊടുക്കാന്നല്ലേ പറഞ്ഞേ? ആ ഡേറ്റിൽ ഇനി കൊടുക്കാൻ പറ്റില്ല. നീ അദ്ദേഹത്തോട് കുറച്ചുകൂടി സാവകാശം ചോദിക്കണം. നിനക്ക് മടിയാണെങ്കിൽ നീ സംസാരിക്കണ്ട. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് ഫോണിൽ വിളിച്ച് തന്നാ മതി, ഞാൻ സംസാരിച്ചോളാം. വേണ്ട, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞോളാം. എന്നാലും ആരാ ഇത് ചെയ്തത്? ഇവളുടെ കയ്യിൽ കാശുണ്ടെന്ന് അവരെങ്ങനെ മനസ്സിലാക്കിയത്? അത് തന്നെ എനിക്കും അമ്മ മനസ്സിലാവാത്തെ. അമ്മേ, ഇതിന് പിന്നിൽ ആരാണെന്ന് എനിക്ക് ചെറിയൊരു ഊഹമുണ്ട്. പോലീസ് പിടികൂടുന്നില്ലെങ്കിൽ ഞാനവരെ പിടികൂടും. നഷ്ടപ്പെട്ട കാശ് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അമ്മയെ വിഷമിക്കാനൊന്നുമില്ല. ഇനി ഇതിന്റെ പേരിൽ ഉണ്ണാതെ ഉറങ്ങാതെ ഇരുന്ന് വല്ല അസുഖം വരുത്തി വെക്കണ്ട. രേവതിക്കൊന്നും പറ്റിയില്ലല്ലോ, അതിൽ സന്തോഷിക്കേ. നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ. ചേച്ചി, സച്ചിയേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? വിഷമിക്കാതിരിക്കേ. കാശ് തിരികെ കിട്ടുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. അതെ, പോട്ടെ മോളെ, ഇവരൊക്കെ പറയുന്നത് പോലെ തന്നെ സംഭവിക്കട്ടെ. എന്റെ മോള് വിഷമിക്കാതിരിക്കും. മോനെ നോക്കിക്കോണേ. പോട്ടെ മോളെ. സച്ചേട്ടാ, എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയല്ല എല്ലാരും ഇങ്ങനെ പറയുന്നത്. ആ കാശ് എന്നെ കിട്ടാനൊന്നും പോകുന്നില്ല. കിട്ടും, ഞാനല്ലേ പറയുന്നത്. ചേച്ചിക്ക് കൂടുതലൊന്നും പറ്റാത്തത് തന്നെ ഭാഗ്യം. കാശിന്റെ കാര്യം ആലോചിക്കുമ്പോഴാ പോലീസ് അവരെ കണ്ടെത്തുമേ. കാശ് തിരിച്ചു കിട്ടും. എവിടുന്ന്? എനിക്ക് തോന്നുന്നില്ല. അത് പോയത് തന്നെ. ഒരു 5 ലക്ഷം രൂപ നമ്മളെപ്പോലുള്ളവരുണ്ടാക്കണമെങ്കിൽ എത്ര കാലം വിയർപ്പൊഴുക്കണം? അവനൊന്നും ഒരു ഗതിയും പിടിക്കില്ല. അരുണേട്ടനാണല്ലോ. ഇനി അരുണേട്ടൻ എങ്ങനെ കാശ് കൊടുക്കും? അമ്മേ, ഞാൻ ഇപ്പൊ വരാം. 1 മിനിറ്റ്. ഹലോ. നിന്റെ വോയിസ് എന്താ ഡള്ളായിരിക്കുന്ന? എന്തുപറ്റി? ഏയ് ഒന്നുമില്ല. ഏയ് എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്തുപറ്റി? നീ പറ. എന്റെ ചേച്ചിക്ക് വേണ്ടി ഞാൻ അരുണേട്ടന്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ വാങ്ങിയില്ലേ? ആ, തന്റെ ചേച്ചി അഡ്വാൻസ് കൊടുത്തോ? കൊടുക്കാൻ കഴിഞ്ഞില്ല. എല്ലാം ചേർത്ത് ഒരു 5 ലക്ഷം രൂപ ചേച്ചി സംഘടിപ്പിച്ചിരുന്നു. അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി പോകുന്ന വഴി 2 പേര് വന്ന് ചേച്ചിയുടെ കയ്യിൽ നിന്ന് കാശ് തട്ടിയെടുത്ത് കടന്നു കളഞ്ഞു. അയ്യോ! പിടിവലിക്കിടയില് ചേച്ചി അവര് റോഡിൽ തള്ളിയിട്ടു. ചേച്ചി ഇപ്പൊ ഹോസ്പിറ്റലിലാ. ഞാൻ ചേച്ചിയെ കണ്ടിട്ട് തിരിച്ചു പോകുന്ന വഴിയാ. എന്നിട്ട് കാര്യമായിട്ട് എന്തെല്ലാം പറ്റിയോ ചേച്ചിക്ക്? കൈക്ക് ചെറിയൊരു മുറിവുണ്ട്. ഭാഗ്യത്തിന് കൂടുതലൊന്നും പറ്റിയില്ല. പിന്നെ അരുണേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശ് ഉടനെ തിരിച്ചു തരാൻ കഴിയില്ല. എനിക്ക് കുറച്ച് സാവകാശം വേണം. ഞാൻ കുറച്ചായിട്ട് തന്നു തീർക്കാം. എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ നിന്നോട് കാശ് തിരിച്ചു ചോദിച്ചായിരുന്നോ? നീ എന്നെ കുറിച്ച് അങ്ങനെയാണോ കരുതിയത്? ഞാൻ ചോദിക്കാതെ അരുണേട്ടൻ എന്നെ സഹായിച്ചേ. അത് ഇങ്ങനെ ആയിപ്പോയി. നീ വിഷമിക്കാതെ. എവിടെ വെച്ച് നടന്നത്? അത് എറണാകുളൂരിൽ വെച്ചാ. അവിടെ ഒരു പൂക്കടയുണ്ട്, അതിനടുത്ത് വെച്ചാന്നാ പറഞ്ഞേ. ശരി ശരി, ഇത് ഞാൻ നോക്കിക്കൊള്ളാം. ചേച്ചിയോട് വിഷമിക്കണ്ടെന്ന് പറ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാട്ടോ. ശരി, ഞാൻ വിളിക്കാം.
എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എന്റെ രേവതി, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. എല്ലാത്തിനും വഴി ഉണ്ടാക്കുന്ന ഞാൻ പറഞ്ഞില്ലേ. അതിനുശേഷം തലകറക്കം വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല ഡോക്ടർ. വേറെ അസ്വസ്ഥതകളൊന്നും ഇല്ലല്ലോ? ഇല്ല. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് വീട്ടിലേക്ക് പോവാം. പിന്നെ ബാൻഡേജ് നനയാതെ സൂക്ഷിക്കണം. 2 ദിവസത്തിന് ശേഷം ഡ്രസ്സിംഗ് ചെയ്യാൻ വീണ്ടും വരണം. ഞാൻ മെഡിസിൻ എഴുതി തരാം. കൃത്യമായിട്ട് കൊടുക്കണം. ശരി ഡോക്ടർ, താങ്ക്സ്. ചേട്ടാ, അഡ്വാൻസ് തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പെട്ടെന്ന് ഈ 5 ലക്ഷം രൂപയൊക്കെ ഞാൻ എവിടെ നിന്ന് സംഘടിപ്പിക്കാനാ? എന്റെ കാശ് പോയി. ഓർഡർ ക്യാൻസൽ ചെയ്യാൻ പറയണം. അവര് വേറെ ആർക്കെങ്കിലും കൊടുത്തോട്ടെ. എന്തിനാ ഓർഡർ ക്യാൻസൽ ചെയ്യുന്നത്? രേവതി അഡ്വാൻസ് തന്നല്ലോ. എന്താ ചേട്ടാ, കളിയാക്കാണോ? അതല്ല രേവതി, നിന്റെ പേരിൽ ഒരാൾ എനിക്ക് തരാനുള്ള അഡ്വാൻസ് തന്നു. ഇത്രയും വലിയ തുക എനിക്ക് വേണ്ടി ആര് തരാനാ? നിനക്കെന്താ ഇത് വിശ്വാസം വരുന്നില്ലേ? സത്യമാ ഞാൻ പറഞ്ഞത്. ചേട്ടാ, ആരാ തന്നത്? അവരുടെ പേരെന്താ? പേരൊന്നും പറഞ്ഞില്ല. ഒരു സ്ത്രീയാ തന്നത്. 5 ലക്ഷം രൂപ മാത്രമല്ല, അതിന്റെ കൂടെ ഒരു 1.5 ലക്ഷം രൂപ കൂടി എക്സ്ട്രാ തന്നു. മൊത്തം കാശിൽ ഇത് കുറച്ചിട്ടുള്ളത് ബാക്കി തന്നാ മതി. ചേട്ടാ, ആരാ അവര്? എനിക്കറിയില്ല. ഞാനവരാദ്യമായിട്ടാ കാണുന്നേ. പറഞ്ഞ ഡേറ്റിന് ഞാൻ പൂ ഇറക്കിത്തരാം. വർക്ക് ഗംഭീരമായിട്ട് ചെയ്യണം കേട്ടോ. അത്ഭുതം തന്നെയാ സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് ഇപ്പോഴും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യമാ, ശരിക്കും ഇത് അത്ഭുതം തന്നെയാ. ശരി ഏട്ടാ, ഞാനേ നാളെ അങ്ങോട്ട് വരാം. ഓ, സച്ചേട്ടാ, പൂക്കട നടത്തുന്ന ചേട്ടനെ വിളിച്ച് എന്റെ പേരിൽ ആരോ 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു അത്രേ. പറഞ്ഞ സമയത്ത് പൂ ഇറക്കി തരാന്ന് പറയുന്നേ. അല്ല, ആരാ അത് കൊടുത്തേ? ഒരു സ്ത്രീയാണെന്നാ പറഞ്ഞ്. പേരൊന്നും പറഞ്ഞില്ല അത്രേ. പിന്നെ 1.5 ലക്ഷം രൂപ വേറെയും കൊടുത്തിരുന്നു. ഇനി അതിന്റെ ബാക്കി നമ്മൾ കൊടുത്താ മതി. ചേട്ടാ, എന്തൊക്കെയാ നടക്കുന്നേ? ആരായിരിക്കും അത് കൊടുത്തേ? ഇത്രയും വലിയൊരു തുക നിനക്ക് വേണ്ടി കൊടുക്കാൻ മാത്രം അവര് നമ്മുടെ ആരാ? കാശ് നഷ്ടപ്പെട്ടാലും വർക്ക് നഷ്ടപ്പെട്ടില്ലല്ലോ. എന്നാലും ആരാണാവോ ദൈവം പോലത്തെ ആ വ്യക്തി? ഞാൻ കരയുന്നത് ദൈവം കണ്ടു കാണും. അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നാലും ആരായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? നിന്നെ വീട്ടിൽ കൊണ്ട് വിട്ടതിന് ശേഷം അന്വേഷിക്കാം. ഞാൻ ബില്ലടച്ച് മെഡിസിൻ വാങ്ങിട്ട് വരാം. നീ ഇവിടെ ഇരിക്കും കേട്ടോ. എന്നാലും ആരായിരിക്കും എന്റെ ഈശ്വര? ആരായാലും അവരെ കണ്ടുപിടിച്ച് കാശ് പിന്നീട് കൊടുക്കണം. സുധിയുടെ അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? സുധിയുടെ അമ്മ അങ്കിളിന്റെ അടുത്ത് കള്ളം പറഞ്ഞിട്ടില്ലേ? അങ്കിൾ അറിയാതെ രഹസ്യമായിട്ട് എന്തൊക്കെ ചെയ്തു? വേണമെങ്കിൽ ഞാനതൊക്കെ എണ്ണി എണ്ണി പറഞ്ഞുതരാം. അവര് വഴക്കൂടാറില്ലേ? പിണങ്ങാറുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരായ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ സാധാരണയല്ലേ സുധി? കുറച്ചു ദിവസം പിണങ്ങിയിരുന്നു എന്നൊക്കെ ഇരിക്കും, പിന്നെ ഇണങ്ങും. പക്ഷെ സുധി എന്തായി കാണിക്കുന്നേ? സുധി എന്തായി കാണിക്കുന്നേ?
സുധിയുടെ അമ്മ പറയുന്ന കേട്ടാ സുധി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ തീരുമാനം എടുക്കേണ്ടത് നമ്മളാ, അല്ലാതെ മറ്റുള്ളവരല്ല. എന്റെ അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എന്തിനു നിന്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കണം? എല്ലാം മറന്ന് നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നവനില്ല ഞാൻ. പക്ഷെ എന്നിട്ട് നീ എന്നോട് കാണിച്ചതോ? പ്രഗ്നന്റ് ആണെന്ന് കള്ളം പറഞ്ഞ് ഞങ്ങളെയൊക്കെ വീണ്ടും വിഡ്ഢികളാക്കാൻ നോക്കി. മനസാക്ഷി ഉണ്ടോടി നിനക്ക്? നീ ഒരു പെണ്ണാണോ? നീ എന്നോട് ഇങ്ങനെ ഒരു കള്ളം പറയൂന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല. നീ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ ഞാൻ എന്തുമാത്രം സന്തോഷിച്ചെന്നറിയോ? നിന്നെ ഞാൻ വിശ്വസിച്ചു പോയി. പക്ഷെ നീ വീണ്ടും എന്നെ ചതിക്കാനാ നോക്കിയത്. എന്നോട് ക്ഷമിക്ക് സുധി. എന്തുകൊണ്ട് എനിക്ക് കള്ളം പറയേണ്ടി വന്നു എന്ന് ഞാൻ സുധിയോട് പറഞ്ഞതല്ലേ. ഓരോരോ ന്യായീകരണങ്ങള്. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടൊന്നും എന്റെ മനസ്സൊന്നും മാറാൻ പോകുന്നില്ല. ഞാൻ എന്റെ കുഞ്ഞിനെ കുറിച്ച് സ്വപ്നം കണ്ടു. അച്ഛനാകാൻ പോകുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു ഞാൻ. എല്ലാം നീ ഒരു നിമിഷം കൊണ്ട് തകർത്ത് കളഞ്ഞില്ലേ? എനിക്ക് നിരാശയല്ല, എനിക്കിപ്പോ നിന്നോട് ദേഷ്യം തോന്നുന്നത്. എന്നോട് കള്ളം പറഞ്ഞതിലും എന്നെ പറ്റിച്ചതിലുള്ള ദേഷ്യം. സുധി, എന്നൊന്ന് മനസ്സിലാക്ക്. സുധിയുടെ വിഷമം എനിക്കറിയാം, പക്ഷെ ഞാനൊന്നും. മതി, നിർത്ത്. ഇനി നീ ഒന്നും പറയണ്ട. നിനക്ക് ഒരുപാട് ന്യായീകരണങ്ങൾ ഉണ്ടാവും. അതൊന്നും എനിക്ക് കേൾക്കണ്ട. സുധി, നീ ഒന്നും പറയണ്ടെന്നല്ലേ പറഞ്ഞത്? എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല. ഇറങ്ങി പൊടി. സുധി, എടി, നിന്നോടല്ലേ ഇറങ്ങി പോകാൻ പറഞ്ഞത്? അച്ഛമ്മ, 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 അച്ഛമ്മ. എല്ലാം ഞങ്ങൾ അറിഞ്ഞു മോളെ. എന്തായാലും കൂടുതലൊന്നും പറ്റാത്തത് ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി. അച്ഛമ്മ എപ്പോഴാ വന്നേ? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. നീ എന്താ ഇവിടെ? അതൊക്കെ ഉണ്ട്. കടം മേടിച്ചിട്ടാ 5 ലക്ഷം രൂപ തികച്ചത്. ആ കാശാ ഇപ്പൊ നഷ്ടപ്പെട്ടത്. പോയത് പോട്ടെ, ഇനി കരഞ്ഞാ തിരിച്ചു കിട്ടോ പോയത്? ചെന്ന് അടുക്കളയിൽ കയറി വല്ലതും ഉണ്ടാക്കാൻ നോക്ക്. എനിക്ക് വിശക്കുന്നു. നിനക്ക് വിശക്കുന്നുണ്ടെങ്കിലേ നീ ഉണ്ടാക്കി കഴിക്കടി. ഈ സമയത്ത് അവളുടെ ഞങ്ങളുടെ കാശ് നഷ്ടപ്പെട്ടു. അവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വരിക. ഇതൊക്കെ അറിഞ്ഞിട്ടും നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അല്പം പോലും മനസ്സാക്ഷിയല്ലേ നിങ്ങൾക്ക്? അതുണ്ടെങ്കിൽ ഇങ്ങനെ പറയോ? നഷ്ടപ്പെട്ടത് എനിക്കാ, അമ്മയ്ക്കല്ലല്ലോ. വിഷമം അറിയണമെങ്കിലേ സ്വന്തം കയ്യിലുള്ളത് നഷ്ടപ്പെടണം. കാശ് നഷ്ടപ്പെട്ടുകൊണ്ട് പൂക്കടയിൽ അഡ്വാൻസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോ എങ്ങനെയാണ് ഡെക്കറേഷൻ ചെയ്യാ? അവരിപ്പോ നിങ്ങൾക്ക് തന്ന ഓർഡർ മറ്റാരെങ്കിലും കൊടുക്കില്ലേ? പൂക്കടയിൽ അഡ്വാൻസ് കൊടുത്തിരുന്നു വെച്ചാ. കൊടുത്തിരുന്നോ? ആര്? ഇത്രയും വലിയതൊക്കെ എവിടെ നിന്നാ കിട്ടിയേ? ആരാ തന്നേ?
കാശ് നഷ്ടപ്പെട്ട വിഷമത്തിലിരിക്കായിരുന്നു ഞങ്ങൾ. അപ്പോൾ പൂക്കടയിൽ നിന്ന് വിളിച്ച് രേവതിയുടെ പേരിൽ ഒരു സ്ത്രീ അഡ്വാൻസ് നൽകിയെന്ന് പറഞ്ഞു. ആ സ്ത്രീയുടെ പേര് എത്ര ചോദിച്ചിട്ട് അവർ പറഞ്ഞില്ല. അതാരാ? അഡ്വാൻസ് മാത്രമല്ല, 1.5 ലക്ഷം രൂപ അവർ കൂടുതൽ കൊടുക്കുകയും ചെയ്തു. മോളെ, ആരാ അവര്? അല്ല, എന്തിനാ അവര് നിങ്ങൾക്ക് വേണ്ടി കാശ് കൊടുത്തേ? ഹേമ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവിടെ ഓർഡർ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആളെ വിട്ട് 5 ലക്ഷം രൂപ തട്ടിയെടുത്തത് അവരാണെന്ന് സംശയം എനിക്കുണ്ട്. ഇനിയിപ്പോ കുറ്റബോധം തോന്നി ഹേമ പൂക്കടയിൽ കാശ് കൊടുത്തായിരിക്കും. ഇല്ല, തട്ടിയെടുത്തത് 5 ലക്ഷം രൂപ. അതിന്റെ കൂടെ 1.5 ലക്ഷം രൂപ കൂടി കൂടുതൽ കൊടുത്തെന്നല്ലേ പറയുന്നേ? അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല. അതിന്റെ ആവശ്യം എന്താ? ഞാനും അത് പറഞ്ഞു. വേറെ ഏതോ സ്ത്രീ തന്നെയാ പൂക്കടയിൽ കാശ് നൽകിയിരിക്കുന്നത്. ഏത് സ്ത്രീയാണ് കാശ് തന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. ആരടാ? ഞാനൊരു ആക്ഷൻ പടത്തിലെ കുറച്ച് രംഗങ്ങൾ പറയാം. അപ്പൊ നിങ്ങൾക്ക് ആളാരാണെന്ന് മനസ്സിലാവും. ആദ്യം സീന് ഗ്രാമത്തിലുള്ള അച്ചമ്മയുടെ വീട്. ആരാ നിങ്ങളൊക്കെ? വഴിന്ന് മാറ്. പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ പിന്നെ തരാം. ആദ്യം നീ ഇത് വാങ്ങിച്ചോ. അഡ്വാൻസ് ഞാൻ തരാം, അതിനാ വന്നത്. വെറും 5 ലക്ഷം രൂപയല്ല, എന്റെ ജീവിതം കൂടി അച്ഛമ്മ തിരിച്ചു തന്നത്. ഞാൻ പൂക്കടയിൽ അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നുണ്ടെന്നുള്ള കാര്യം ഹേമ എങ്ങനെ അറിഞ്ഞ? രേവതി ഇവിടുന്ന് കാശുമായി പോകുന്ന കാര്യം ആരെങ്കിലും ഹേമയെ വിളിച്ച് പറഞ്ഞു കാണും. ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, സത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല.